മാറി മാറി വരുന്ന സർക്കാരായാലും കോർപ്പറേഷനായാലും തരാമെന്ന് പറയുന്നതല്ലാതെ നമുക്കൊരു സ്ഥിര സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്തിന്റെ അടയാളമായിട്ടുള്ള ഈ ഒരു പുസ്തക വീതിയിൽ നിന്നും ഒരു തവണയെങ്കിലും ബുക്സ് വാങ്ങിയിട്ടുള്ളവരാകും നമ്മളിൽ പലരും. ഏറ്റവും എക്കണോമിക്കലായിട്ട് വില കുറച്ച് പുസ്തകങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഇപ്പം നിലവിലിപ്പം 30 കടകളുണ്ട്. 30 കടകളിലും വ്യത്യസ്തമായിട്ടുള്ള ബുക്കുകളാണുള്ളത്. ഇവിടെ കിട്ടാത്ത ബുക്കുകളൊന്നും തന്നെയില്ല. ഒരു ഷോപ്പിൽ നിന്നും ലഭിക്കാത്ത ബുക്കുകൾ മറ്റൊരു ഷോപ്പിൽ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടിയിരിക്കും. ഇവിടെ 14 ജില്ലകളിലും സെക്കൻഡ് ഹാൻഡ് ബുക്സുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ബുക്കുകളുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത്. കോളേജ് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ബുക്കുകൾ, എഞ്ചിനീയർ ബുക്സുകൾ, ഡിഗ്രി ലെവൽ പുസ്തകങ്ങളുണ്ട്, +1 +2 മെഡിസിന്റെ പുസ്തകങ്ങൾ, എല്ലാ സെക്കൻഡ് ഹാൻഡ് ബുക്കുകളും ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഉപയോഗം കഴിഞ്ഞ ബുക്കുകൾ റീസെൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാടായാലും കർണാടക ആയാലും പിന്നെ ഹൈദരാബാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി എടുക്കാനുള്ള ആൾക്കാർ, ഡൽഹി വരെ പോയി എടുക്കുന്ന ആൾക്കാരാണ്. അവിടെയൊക്കെ കോർപ്പറേഷനും ഗവൺമെന്റും ഇടപെട്ട് തന്നെയാണ് അവർക്ക് സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി പ്രത്യേക കടകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ ഒരു കട കെട്ടിത്തരാനുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരായാലും കോർപ്പറേഷനായാലും തരാമെന്ന് പറയുന്നതല്ലാതെ നമുക്കൊരു സ്ഥിര സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവണമെന്നാണ് നമുക്ക് ഗവൺമെന്റിനോടും കോർപ്പറേഷനോടും പറയാനുള്ളത്. ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഈ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾക്ക് കട നിർമ്മിച്ചു കൊടുത്തവർ വാടക വാങ്ങുന്നുണ്ട്. അപ്പൊ അതുപോലൊരു സംവിധാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സഹകരിക്കാനും കട കെട്ടി തന്നാൽ വാടക കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ.